ഹായ് അപ്പം എല്ലാവരും എന്നെ എടുക്കുകയാണ് ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പായിരിക്കില്ല അപ്പം നമ്മളും വീട്ടിൽ തന്നെ ഇരിപ്പാണ് അതുകൊണ്ട് റിവ്യൂവിന് വേണ്ടിയിട്ടൊന്നും നമുക്ക് വെളിയിൽ പോകാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വീട്ടിലിരുന്നിട്ട് തന്നെ നിങ്ങളിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തരാനായിട്ട് പോവുകയാണ്. അതായത് സംഭവം ഇത്രേ ഉള്ളൂ. ഇതിന് മുന്നേ നമ്മൾ നമ്മുടെ AC ബ്ലോവർ ക്ലീനിങ്ങിൻ്റെ ഒരു സംഭവം കാണിച്ചായിരുന്നു, ഒരു വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നും നമ്മൾ അതുപോലെ തന്നെ അതിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ റീപ്ലേസ്മെൻറ്റ്, അതായത് പലർക്കും അറിയത്തില്ല ഇത് എങ്ങനെയാണ് ഊരുക, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഗണറിൻ്റെ ബ്ലൂ വൈറ്റ് ബോയ് ആണ്. അപ്പോൾ ബ്ലൂ വൈറ്റ് ബോയ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, ഇവിടെ ആയിട്ടുണ്ട് ഒരു നീല ലൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പം ബ്ലൂ വൈറ്റ് ബോയ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ ഇരിക്കുന്ന എഞ്ചിനിലോട്ട് വരുവാണെങ്കിൽ ഇത് K Series എഞ്ചിനാണ്, 1 ലിറ്റർ. അപ്പം ഈ സെയിം എഞ്ചിൻ തന്നെയാണ് നമ്മുടെ ഓൾട്ടോയുടെ കേറ്റനില്ല, അതിൻ്റെ പഴയതിനും അതെ പുതിയതിനും അതെ. അതുപോലെ തന്നെ നമ്മുടെ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ മാരുതിയുടെ A-സ്റ്റാറിൽ 2008 നമ്മുടെ K Series എഞ്ചിന് ഈ ടൈപ്പ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം നമ്മുടെ സെലേറിയോയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ എസ്റ്റിലോയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്, ഈ കാണുന്ന K Seriesൻ്റെ 1 ലിറ്റർ എഞ്ചിൻ തന്നെ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്നത് വാഗണാർ ഓണർമാർക്ക് മാത്രമല്ല, മറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ച് വണ്ടികളുണ്ടല്ലോ അതിൻ്റെ ഓണർമാർക്കും ഇത് പക്കായിട്ട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. കാരണം എല്ലാത്തിൻ്റെയും എയർ ഫിൽറ്റർ ഏകദേശം ഈ ഒരു പൊസിഷൻ തന്നെയാണ്, ഏകദേശമല്ല. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ എല്ലാ വണ്ടികളുടെ റീപ്ലേസ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവായിട്ടും അതുപോലെ തന്നെ വണ്ടിയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിയാണ്ട് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ നോട്ടിഫിക്കേഷനിൽ ഓൾ തന്നെ അമ്പത്തണം. കാരണം കുറേ പേര് പറഞ്ഞു അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, അതിൻ്റെ കാരണം നിങ്ങൾ ഓൾ എനേബിൾ ചെയ്യത്താണ്. സോ ഒന്ന് ഓൾ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. മാത്രമല്ല നമുക്ക് ഇൻസ്റ്റ അതുപോലെ FB പേജസ് ഉണ്ട്, അതുകൂടെ ഒന്ന് പോയിട്ട് നമ്മളെ ഫോളോ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഹുഡ് തുറക്കുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പം ആദ്യം തന്നെ നമുക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വണ്ടി പക്ക ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ പക്ക ആയിട്ടൊരു വണ്ടി കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റീരിയറും അതുപോലെ തന്നെ ഇൻറ്റീരിയറും ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതല്ല, മറിച്ച് ഏറ്റവും വണ്ടിയുടെ ഹൃദയഭാഗം പക്ക ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ. ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹുഡ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇതിലെ കമ്പോണൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യം ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് വണ്ടീനെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണ്. സോ നമ്മൾ എപ്പോഴും ഈ ഹുഡിനടിയിലുള്ള കമ്പോണൻറ്റ്സ് എപ്പോഴും നമ്മൾ പക്കായിട്ട് സർവീസ് ചെയ്യേണ്ടത്, സർവീസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പക്കായിട്ടിരിക്കുക. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എയർ ഫിൽറ്റർ അഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയായിട്ട് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ പോർഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാലോ, ഈ കാണുന്ന കവർ പോലത്തെ സംഭവം നമ്മൾ ഊരി മാറ്റണം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മേളിൽ കൂടെ പോകുന്നത് നമ്മുടെ ആക്സിലേറ്ററിൻ്റെ കേബിളാണ്. അപ്പോൾ ഇതുണ്ട്, ഇത് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് വിടിപ്പിക്കണം. ഓക്കെ, ഇത് വിടിപ്പിച്ചിട്ട് തട്ടാതെ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ഊരിയിടും. കാര്യം ഇവിടുന്ന് പൊക്കണമല്ല. അതിന് ശേഷം ഇത് ഇവിടെ ആയിട്ട് 2 ക്ലിപ്പ് നമുക്ക് കാണാൻ പറ്റും, അത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ആക്കുക. അതിന് ശേഷം പിന്നെ ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രില്ലിൻ്റെ ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ എഞ്ചിനിലോട്ട് നമുക്ക് എയർ പോകണമല്ലോ, അതിൻ്റെ ഇൻടേക്ക് പൈപ്പ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതും കൂടെ നമുക്ക് ഇവിടെ നിന്ന് വിടിപ്പിച്ചെടുക്കണം. ഇനി നമുക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വലിച്ച് എടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് നോക്കി ഇവിടുന്ന് നിങ്ങളിപ്പോൾ ഡിപ്സ്റ്റിക്ക് കാണുന്നില്ല, അപ്പോൾ ഞാൻ ഡിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചാണ്. കാര്യം നമുക്ക് ചിലപ്പോൾ പാങ്ങില്ലാതെ വല്ലതും വലിച്ചാൽ അതിൻ്റെ മേൽവശം തട്ടി എങ്ങാനും മേൽവശം പോകാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഊരി വെച്ചാണ്. പിന്നെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ തന്നെ കാണണം. കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എന്തിനാണ് ഈ എയർ ഫിൽറ്ററിന് ഇവിടെ വെച്ചേക്കുന്നത്, അതുപോലെ തന്നെ അതായത് ഇതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഇതില്ലാതെ ഓടിയാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇല്ലാതെ ഓടുന്നതും അതുപോലെ തന്നെ ഇത് ഒത്തിരി ആയിട്ട് ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ചിട്ട് അടഞ്ഞു പോയുള്ള പ്രശ്നങ്ങൾ എന്താണ്, പിന്നെ എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യാറായില്ലേ, ക്ലീൻ ചെയ്യാറായെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. കാര്യം വണ്ടി ഓടിക്കുമ്പോഴേക്കും നമുക്ക് വണ്ടി തന്നെ കുറച്ച് സിംറ്റംസ് ഒക്കെ, നമുക്ക് അസുഖം വന്നാൽ നമ്മുടെ ബോഡി കുറച്ച് സിംറ്റംസ് കാണിക്കത്തില്ല, അതുപോലെ തന്നെ വണ്ടി തന്നെ കുറച്ച് സിംറ്റംസ് ഒക്കെ കാണിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും എയർ ഫിൽറ്റർ നമുക്ക് റീപ്ലേസ് ചെയ്യാറായോ ഇല്ലയോ എന്ന്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു കാണും ഇത് എവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പം എയർ ഫിൽറ്റർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം എയറിനെ ഫിൽറ്റർ ചെയ്യുക. ഇപ്പോൾ ഇതിരിക്കുന്ന പൊസിഷൻ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ കണ്ടു കാണും, ഞാൻ ഊരിയെടുക്കാൻ നേരത്ത് ഈ ഇൻടേക്ക് പൈപ്പ്, അതായത് ഇതാണ്ട് നമ്മുടെ ഗ്രില്ലിൻ്റെ ഇവിടെ നിന്നാണല്ലോ ഈ ഒരു ഇൻടേക്ക് പൈപ്പ് പോയത്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ നമ്മുടെ എയർ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ്സായിട്ട് ഈ ഫിൽറ്ററിൻ്റെ അടുത്ത് വരും. അപ്പോൾ ഈ ഫിൽറ്ററിൽ കൂടെ ഇങ്ങനെ വരുമ്പോഴേക്കും വരുന്ന എയറിനകത്ത് നിങ്ങൾക്ക് അറിയില്ല, അത്യാവശ്യം റോഡിൽ കൂടെ ഓടുമ്പോഴേക്കും നല്ല നല്ല പൊടികൾ കാണുമല്ലോ. ആ പൊടികളൊക്കെ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ആ പൊടികളൊക്കെ ഇതിനകത്തുണ്ട്. അതിന് ശേഷം ഇതുവഴി ഇറങ്ങിപ്പോകുന്ന എയർ എന്ന് പറഞ്ഞാൽ പക്കായിട്ട് ഫിൽറ്റേർഡ് ആയ എയറാണ്. അതിൻ്റെ
ഏറ്റവും വലിയ തെളിവ് കാണണമെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. കാരണം ഇവിടെ നിങ്ങൾ കാണുന്ന പൊടിയോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഇവൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ. എഞ്ചിനിൽ എന്താ നടക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാലോ, ഒരു ഫയറിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതായത് ഓരോ വണ്ടിക്കും പല അളവിലായിരിക്കും ഈ ഫ്യൂലും അതുപോലെ തന്നെ എയർ റേഷ്യോയും വരുന്നത്. അപ്പോൾ ഒരു പക്ക നിശ്ചിത അനുപാതത്തിൽ ഈ ഒരു ഫ്യൂലും എയറും കൂടെ മിക്സ് ആയിട്ടാണ് അവിടെ പക്കായിട്ട് അവിടെ നമ്മുടെ ഫ്യൂല് ബേൺ ആവുന്നത്. അപ്പം ആ ചെല്ലുന്ന, അതായത് ഫ്യൂല് ബേൺ ആവാനായിട്ട് അവിടെ ചെല്ലുന്ന എയർ എന്ന് പറഞ്ഞാൽ ഫിൽറ്റേർഡ് ആയിട്ടുള്ള എയർ ആയിരിക്കണം. കാരണം അതിനകത്ത് മണ്ണോ പൊടിയോ മറ്റ് ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും കാണാനായിട്ട് പാടില്ല. സോ അതിനെയാണ് ഇവിടെ വെച്ച് ഫിൽറ്റർ ചെയ്ത് നമ്മൾ എയറിനെ കയറ്റി വിടുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എയർ ഫിൽറ്റർ ഇല്ലെങ്കിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എയർ ഫിൽറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കയറി ചെല്ലുന്ന എയറിനകത്ത് നമ്മൾ ഈ വെളിയിൽ കാണുന്ന പൊടിപടലങ്ങൾ ഒക്കെ ഇഷ്ടംപോലെ ധാരാളം കാണും. അപ്പോൾ ഈ പൊടിപടലങ്ങളൊക്കെ ചെന്നിട്ട് നമ്മുടെ സിലിണ്ടറിൽ, ഈ സിലിണ്ടറിൽ വാളിൽ ഒരു ഓയിൽ ഫിലിം കാണും. അവിടെയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും, അവിടെ നമുക്കറിയാലോ സിലിണ്ടറിനകത്ത് ഇങ്ങനെ പിസ്റ്റൺ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ ശരിക്കും നമ്മുടെ സിലിണ്ടർ വാളിൽ സ്ക്രാച്ചസ് ഉണ്ടാകും. പിന്നെ അത് നമുക്ക് കൂടുതൽ പ്രശ്നമാകും. കാരണം അവിടെ ഫയറിങ് നടക്കുമ്പോഴേക്കും ഈ ചെന്ന പൊടിപടലങ്ങളും കൂടെ കത്തും. എന്നിട്ട് എന്ത് സംഭവിക്കും, കാർബൺ ഡെപ്പോസിറ്റ് വരും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വാൽവ് ലീക്കേജും കാര്യങ്ങളും വരും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കമ്പഷൻ ലീക്കേജും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ ഓവറോൾ പെർഫോമൻസിനെ ബാധിക്കും. അതുപോലെ തന്നെ എൻജിൻ ലൈഫിനെ തന്നെ ബാധിക്കും. അപ്പോൾ ഇത്ര സാധനം കുഞ്ഞനാണെങ്കിലും ഇവനില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ വലുതാണ്. അപ്പം ഇനി എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അതായത് നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാറായി ഇല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാറായെന്ന് എങ്ങനെ തിരിച്ചറിയാം? അപ്പം മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നോക്കിയാൽ നിങ്ങളുടെ വണ്ടിക്ക് മൈലേജ് മടുപ്പുണ്ടോ. കാര്യം മൈലേജ് മടുപ്പുണ്ടെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞൊരു റേഷ്യോ, ഒരു പക്കാ റേഷ്യോയിലാണ് ഈ ഒരു ഫ്യൂലും എയറും കൂടെ മിക്സ് ആകുന്നത്. അപ്പം ഇത് ഇപ്പോൾ ഒത്തിരി നാളായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് കുറേ പൊടിപടലങ്ങളൊക്കെ കയറിയിട്ട് അടഞ്ഞിട്ടുണ്ടാവും. കാര്യം നിങ്ങൾ തന്നെ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്കിൻ്റെ യൂസേജ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നിങ്ങൾക്ക് ഒരു മാസ്ക് തന്നെ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു മാസ്കിന് വരെ ഒരു 10 മാസ്ക് ഒരുമിച്ചിട്ടാൽ നിങ്ങൾക്ക് അകത്തോട്ട് വല്ല എയറും കിട്ടുമോ? ഇല്ല. അപ്പോൾ സെയിം തന്നെ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ശ്വാസം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡെഡാവും. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള എയർ കിട്ടിയില്ലെങ്കിൽ എഞ്ചിനും ചിലപ്പോൾ പണി മുടക്കിയെന്നൊക്കെ ഇരിക്കും, ഇല്ലെങ്കിൽ പെർഫോമൻസ് ബേസ് കുറഞ്ഞെന്നിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഇഷ്ടം പോലെ പൊടിപടലങ്ങളൊക്കെ ആയിട്ട് ഇതിനകത്ത് കാണുന്നത് കൊണ്ട് ഇത് ഒരുമാതിരി ലീഫ് പോലെ. അപ്പോൾ ഈ സുഷിരങ്ങളിലൊക്കെ ഇങ്ങനെ പക്കായിട്ട് ഇങ്ങനെ ഇതെല്ലാം കൂടെ കയറിയിട്ട് അടിഞ്ഞു കൂടിയിട്ട് ഇത് അടഞ്ഞാൽ ഇതിനകത്തൂടെ എയർ പിന്നെ പാസ് ചെയ്ത് ഉള്ളിലേക്ക് എഞ്ചിനിലോട്ട് ചെല്ലത്തില്ല. അപ്പം എഞ്ചിനിലോട്ട് അങ്ങനെ എയർ ചെല്ലാതിരിക്കുമ്പോഴേക്കിനും ഒരു കുറഞ്ഞ അളവിൽ ചിലപ്പോൾ ചെന്നെന്നിരിക്കും. അപ്പം ഈ ചെല്ലുന്ന കുറഞ്ഞ എമൗണ്ട്, ഞാൻ പറഞ്ഞൊരു പക്കാ റേഷ്യോ ഉണ്ട്, ആ റേഷ്യോയിലും കുറഞ്ഞ അളവിലായിരിക്കും എയർ ചെല്ലുന്നത്. അപ്പം ഈ ഫ്യൂവലിന് എന്ത് സംഭവിക്കും, ഫ്യൂവലിന് കത്താൻ വേണ്ടത്ര അളവിലല്ല എയർ ചെല്ലുന്നത്. അപ്പോൾ ഫ്യൂവൽ പകുതിയായിട്ടേ ബേണായി പോകത്തുള്ളൂ. ഇതിൻ്റെ ഫലമായിട്ട് തന്നെ നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ അവിടെ പോയി നോക്കിയാൽ കറുത്ത പുക പോകുന്നതാണ്. കാരണം അതായത് ഫ്യൂല് പകുതി ബേണായിട്ട് പുറന്തള്ളുന്നതുകൊണ്ടാണ് അങ്ങനെ കറുത്ത പുക കാണുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ വണ്ടികളൊന്നും അങ്ങനെ കറുത്ത പുക വലിയ തരത്തിൽ എയർ ഫിൽറ്ററിൻ്റെ പ്രശ്നം കൊണ്ട് വരത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സെൻസറാണ്. അതായത് ഈ സെൻസറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മാസ് എയർ ഫ്ലോ സെൻസർ എന്നാണ്, അതായത് MAF. ഈ MAFൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം മൂലം എയറിൻ്റെ ഇൻടേക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെന്ന എയറിൻ്റെ റേഷ്യോയ്ക്ക് അനുസരിച്ച് ഫ്യൂലിൻ്റെ റേഷ്യോയും കൂടെ ഒന്ന് താത്തു കൊടുക്കും. എന്നിട്ട് പക്കായിട്ട് ആ റേഷ്യോനെ ബാലൻസ് ചെയ്ത് വെച്ചായിരിക്കും അവിടെ നമുക്ക് ഫ്യൂല് ബേൺ ആകുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോഴത്തെ വണ്ടികൾക്ക് ഇങ്ങനെ പ്രശ്നമില്ല. ഇതിന് മുന്നേ നമ്മുടെ പഴയ കാർബറേറ്റർ വണ്ടികളിലൊക്കെയാണ് ഇങ്ങനെ കറുത്ത പുകയൊക്കെ നമുക്ക് എയർ ഇൻടേക്കിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ട് കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമുക്കിനി MAF സെൻസർ കേടാണ്, എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കറുത്ത പുകയൊക്കെ വരും. അപ്പോൾ പിന്നെ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് നമ്മളുടെ ചെക്ക് എഞ്ചിൻ ലൈറ്റൊക്കെ കത്തുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ മൈലേജ് മടുപ്പ്. അതുപോലെ തന്നെ പിന്നെ പെർഫോമൻസ് വൈസ് നിങ്ങളുടെ വണ്ടി പക്കാ പുറകോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ വലിവ് മടുപ്പ് കാണും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ വണ്ടിക്കുണ്ടെങ്കിൽ, നിങ്ങൾ വണ്ടി അത്യാവശ്യം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം പരിഗണിക്കേണ്ടത് എയർ ഫിൽറ്ററിൻ്റെ റീപ്ലേസ്മെൻറ്റിനെ തന്നെയും. കാരണം വണ്ടി അത്യാവശ്യം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേറൊരു മെയിനായിട്ടുള്ള എന്തെങ്കിലും ഡാമേജ് കാരണം വരേണ്ട ചാൻസ് ഒന്നും ഇല്ല. ഈ ജസ്റ്റ് ഒരു എയർ ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റീപ്ലേസ് ചെയ്യാനായിട്ട് മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വലിയ വിലയുടെ സംഭവമൊന്നുമല്ല, ജസ്റ്റ് ഒരു 200 ആ ഒരു റേഞ്ചൊക്കെ ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ കറുത്ത പുക പോകുന്നതിൻ്റെ, അതായത് ഈ ഇൻടേക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമുക്ക് പകുതി ബേണായിട്ട് ഫ്യൂല് പകുതി ബേണായിട്ട് കറുത്ത പുക പോകുക. അതുപോലെ തന്നെ ഡീസൽ വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ EGR ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ഇപ്പം ഞാൻ കൂടുതൽ ട്രക്കിൻ്റെ വീഡിയോയിലായിരിക്കും ഞാൻ EGR SCR ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ EGR എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഡീസൽ വണ്ടികളിലും ഇങ്ങനെ നമുക്ക് കറുത്ത പുക പോകുന്നതായിട്ട് കാണാൻ പറ്റും.
അപ്പം ഇത്രയൊക്കെയാണ് കുഞ്ഞനാണെങ്കിലും ഇവൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്കൊരിക്കലും എയർ ഫിൽട്ടർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല റീപ്ലേസ് ചെയ്യാതെ അധികം നാൾ ഓടിക്കാൻ പറ്റത്തില്ല. ഇനി എപ്പോഴൊക്കെ റീപ്ലേസ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കാണിച്ച പോലെ നിങ്ങളുടെ വണ്ടി എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക. പിന്നെ അല്ലാതെ നമ്മൾ വണ്ടി ഓടുന്ന ഇൻ്റർവെൽസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ ഒരു 30,000-40,000 കിലോമീറ്ററൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ അത് പരിഗണിക്കേണ്ട. കാരണം നിങ്ങളുടെ വണ്ടി ഓടുന്ന സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങളിത് മാറാൻ ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം സിറ്റി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ കൂടുതലും സിറ്റി ഡ്രൈവ് ആയിരിക്കുമല്ലോ. അപ്പോൾ സിറ്റി നമുക്കറിയാമല്ലോ എന്തേലും പൊടിപടലങ്ങളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം നമുക്ക് ഈ 30,000 അല്ലെങ്കിൽ 40,000 വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അതിന് മുന്നേ തന്നെ ചിലപ്പോൾ ഒരു 15,000 തന്നെയൊക്കെ മാറേണ്ട അവസ്ഥ വരും. സോ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ വണ്ടി ഓടുന്ന സിറ്റുവേഷനൊക്കെ പരിഗണിച്ച് നിങ്ങൾ തീരുമാനിക്കുക മാറാറായോ അല്ലയോ എന്നൊക്കെ. അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ വണ്ടി കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്യുക. ഇവൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കുഞ്ഞു കാര്യം മാറ്റുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ എൻജിൻ ലൈഫ് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. ഒരു 200 രൂപ സേവ് ചെയ്യാനായിട്ട് ഇത് മാറാതിരുന്നിട്ട് പിന്നെ എൻജിൻ തന്നെ പണി മുടക്കുന്ന അവസ്ഥയിലോട്ട് വരാതിരിക്കാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇപ്പോൾ റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ക്ലീനിങ് ഉണ്ട്. അപ്പം ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വാക്വം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. കാരണം വാക്വം ക്ലീനർ പിടിച്ച് അത്യാവശ്യം ഡസ്റ്റെല്ലാം വലിച്ചെടുത്ത് പൊക്കോളും. പിന്നെ കുറച്ച് പേരൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ഒത്തിരി ഡസ്റ്റ് ഉണ്ടെങ്കിൽ കഴുകാനായിട്ട്. പക്ഷേ ഞാൻ ഒരിക്കലും അത് പ്രിഫർ ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് അടുത്ത് നോക്കിയാൽ ചിലപ്പോൾ കണ്ടേക്കാൻ പറ്റുമായിരിക്കും. ഇങ്ങോട്ട് നോക്കിയതേ എഴിച്ചിരിക്കുന്നുണ്ട്, ഇതുണ്ടോ നൂല് പോലെ, നമ്മുടെ തുണിയിൽ നിന്ന് നൂല് വിട്ട് വരുന്നല്ലോ, ഇതുണ്ടോ എഴിച്ചിരിക്കുന്നുണ്ടോ. അപ്പം ഇതുപോലെ കഴുകുമ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് ഇത് എഴിച്ചിട്ട് ഇത് തന്നെ ഈ സുഷിരങ്ങളെ അടയ്ക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഒരിക്കലും ഒത്തിരി ഡസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കഴുകാൻ നിൽക്കേണ്ട, റീപ്ലേസ് ചെയ്യുക തന്നെ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് വിശേഷങ്ങൾ. ഞാനിപ്പോൾ എന്തായാലും റീപ്ലേസ്മെൻറ്റ് എനിക്ക് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു പുതിയ സംഭവം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വെക്കാനായിട്ട് വലിയ മെനക്കേടൊന്നുമില്ല. ഇപ്പം നമ്മൾ എടുത്തില്ലേ, അപ്പം കണ്ടോലെ തന്നെ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് കയറ്റി വയ്ക്കുക. വെക്കാനായിട്ടോ എടുക്കാനായിട്ടോ ഒന്നും ഒരു പാടുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് വെക്കാനായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് താഴെ കാണുന്ന ഈ ക്ലിപ്പ് കണ്ട് അത് ഇങ്ങോട്ടേക്ക് നമ്മൾ ആദ്യം ലോക്ക് ചെയ്തിട്ട് ഈ ഒരു കാല് കണ്ട് ജസ്റ്റ് നിങ്ങൾ 2 കാല് പോലെയാണല്ലേ, ഇത് ഇങ്ങോട്ട് നമുക്ക് ഇറക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ ഊരിയ പോലെ തന്നെ നമുക്ക് ഈ ക്ലിപ്പ് ഇടുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പൈപ്പ് ജോയിൻ ചെയ്യുക. ലാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ആക്സിലേറ്ററിൻ്റെ കേബിളും കൂടെ ഒന്ന് ജോയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെയായിട്ട് നമ്മൾ തിരിച്ച് വെക്കുന്നുണ്ട്. പിന്നെ വേസ്റ്റ് വെച്ചെന്ന് പറഞ്ഞതിന് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, അതായത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊന്നും ചിലപ്പോൾ പാങ്ങില്ലാത്തതുകൊണ്ട് ഇത് ഊരുമ്പോഴും അതുപോലെ തിരിച്ച് വെക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഡിപ്സ്റ്റിക്ക് ഒരു തട്ടിമുട്ടി ചിലപ്പോൾ ഒടിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് മാറ്റിയതാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് പൊടിയോ കാര്യങ്ങളൊന്നും വീഴാതിരിക്കേണ്ട, ജസ്റ്റ് ഒരു കോട്ടൺ വേസ്റ്റ് അതിനകത്ത് പൊടിയൊന്നും വീഴാതിരിക്കേണ്ട വെച്ചേക്കുന്നതാണ് കേട്ടോ, വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ്. ഇല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടൊക്കെ തിരിച്ചെടുത്ത് വെക്കുന്നത് ഊരുന്ന പരിപാടിയല്ല. അപ്പം വാഗണാർ ഓണർമാർക്ക് മാത്രമല്ല ഇത് ഉപകരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ സെലേറിയോ ആണെങ്കിൽ അതുപോലെ ഓൾട്ടോ കേറ്റൻ, അതായത് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും, പിന്നെ നമ്മുടെ എസ്റ്റിലോ, അതായത് ഈ പുതുതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള, അത് നിന്ന് പോകുന്ന ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ എസ്റ്റിലോ, അതുപോലെ തന്നെ നമ്മുടെ എ സ്റ്റാറിലാണ് അവർ കെ സീരീസ് 1 ലിറ്റർ കൊണ്ടുവന്ന് ഈ ടൈപ്പ് എഞ്ചിൻ കൊണ്ടുവന്നത്. അപ്പോൾ ഈ പറഞ്ഞ വണ്ടികൾ നിങ്ങൾ ഓൺ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം മാത്രമല്ല, നിങ്ങൾ പരിചയപ്പെട്ട ആർക്കെങ്കിലും, നിങ്ങൾ ഈ വണ്ടി ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഒക്കെ ഈ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കേണ്ട. മാത്രമല്ല, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തത് ഇപ്പോഴത്തെ കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ തന്നെ എനേബിൾ ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.